ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിനെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കോടതി വിധി വന്നത് നമ്മൾ കണ്ടതാണ്. മാവേലിക്കര കോടതി വിധിയെ ആസ്പദമാക്കിയ സംഭവം ഇങ്ങനെയാണ്. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടുള്ള പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തി. അതിൽ രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിൽ നേരിട്ട് പങ്കെടുക്കാത്ത, ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് പോകുന്ന ഗൂഗിൾ മാപ്പ് അയച്ച വ്യക്തിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു 15 അംഗ സംഘത്തിനെ തന്നെ അവർ വധശിക്ഷയ്ക്ക് വിധേയരാക്കി എന്നുള്ളതാണ് തമാശയായിട്ടുള്ളൊരു സംഭവം. ഇത് സംഭവം വേറെ എവിടെയും നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പം ഇത് നടക്കുമ്പം ഇതിന് മുമ്പോടിയായിട്ട് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഷാൻ വധക്കേസ് എന്ന് പറയും. SDP സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷാനെ ഇതിന് മുന്നേ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അവരുടെ കുറ്റപത്രം സമർപ്പിക്കുകയോ അവരുടെ വാദം കേൾക്കുകയോ ഒന്നും കോടതി ഇതുവരെയും ചെയ്തിട്ടില്ല. എന്ത് രസമാണല്ലേ ഈ ഇരട്ട നിയമം. ഈ ഇരട്ട നിയമം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ